ശ്രീ കെ സി വേണുഗോപാൽ നമുക്ക് ചേരുന്നു. ശ്രീ കെ സി വേണുഗോപാൽ, ഗുഡ് മോർണിംഗ്. അപ്പം വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് ഉയരുന്നുണ്ട്. അത് SIR ഇമ്പാക്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഒരു ട്രെൻഡ് നിങ്ങൾക്ക് അനുകൂലമായോ അല്ലാത്ത ഒരു ട്രെൻഡ് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്താണ് വോട്ടെടുപ്പിന്റെ തലേന്നാൾ ശ്രീ കെ സി വേണുഗോപാൽ അങ്ങയുടെ പ്രതീക്ഷ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് തന്നെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് തന്നെ അത് ഇത്ര നിൽക്കുകയാണ്. UDF അനുകൂലമായിട്ടുള്ള നല്ല തരംഗമാണ് കേരളത്തിൽ കണ്ടത്. ഇന്നലത്തെ വോട്ടെടുപ്പിൽ കൃത്യമായിരുന്നു. CPM പ്രതീക്ഷിക്കുന്ന പല സീറ്റുകളും അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ തരംഗത്തിലായിരിക്കും വിജയം ഉണ്ടാകുന്നത്. ഉജ്ജ്വല വിജയമായിരിക്കും. ശ്രീ കെ സി വേണുഗോപാൽ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വാർത്ത ശ്രീനന്ദയുടെ വാർത്തയായിരുന്നു. ആ കുട്ടിയെ കാണാതായി, അത് വളരെ പെട്ടെന്ന് കാണാതായി. അത് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഒരു സൂചന ഇപ്പോഴുമില്ല. ഒരു 100 അംഗ സംഘം അങ്ങോട്ടേക്ക് ഇനിയും എത്തിയിട്ടില്ലെന്ന് പറയുന്നു. എന്താണ് നമുക്ക് നടത്താൻ കഴിയുന്ന ഇടപെടൽ ശ്രീ കെ സി വേണുഗോപാൽ? ആശ്മി, ഞാനത് സംഭവം ഇന്നലെ പറഞ്ഞ തന്നെ അവിടുത്തെ വനം വകുപ്പ് മന്ത്രിയും പിന്നീട് ഈ ട്രക്കിംഗ് ഏരിയ എന്ന് പറയുന്ന റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രിയെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള തെരച്ചിലിനെ പോലെ തന്നെ അതേ ഗൗരവത്തിലെടുത്തുകൊണ്ട് തെരച്ചിൽ സംവിധാനം ഉണ്ടാക്കാനും കൂടുതൽ ഫോഴ്സിനെയും കൂടുതൽ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നില്ല. ഇന്ന് നല്ല രീതിയിൽ ആ തെരച്ചിൽ നടക്കുന്നുള്ള ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. അങ്ങാരുമായി ബന്ധപ്പെട്ട് ഇത് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലമാണ്. അവിടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടു പോയതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടത്തിൽ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടു പോകലൊക്കെ എങ്ങനെ ആലോചിച്ചിട്ടും അത് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. എന്താണ് ആ ദുരൂഹത എന്നാണ് അങ്ങനെ തോന്നുന്നത്? അതിനെ കുറിച്ചിട്ട് ഞാനിപ്പം ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ അന്വേഷണ സംഘത്തെ ഊർജിതപ്പെടുത്തി ശക്തിപ്പെടുത്തി തിരച്ചിൽ നടപടികൾ ശക്തമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ കർണാടക ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മന്ത്രിമാരുടെ ഓഫീസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിന്റെ നടപടി സ്വീകരിക്കുമെന്ന് കൃത്യമായിട്ട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ശ്രീ കെ സി, ഇപ്പോഴും ആ 100 അംഗ ദൗത്യസംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നൊരു പരാതി രൂപത്തിൽ താങ്കളുടെ ശ്രദ്ധയിൽ വാർത്ത ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും അത് വിട്ടിട്ടില്ല അതിലെ കാര്യം കൂടെ അറിയിച്ചുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യും കൃത്യമായിട്ട്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.